ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കണ്ടു തുടങ്ങി ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് നെക്കിൽ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണാം കേട്ടോ. അപ്പോൾ ചെറിയൊരു പീസ് ഞാൻ തുണി എടുത്തിട്ടുണ്ട്, അതിനകത്താണ് നെക്ക് ചെയ്ത് കാണിക്കണേ കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ അളവിന് ചെയ്യാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ സ്ക്വയർ പീസായിട്ടാണ് എടുത്തത്, അതിന് രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് നെക്കിൻ്റെ വിഡ്ത്ത് 2 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്, നെക്കിൻ്റെ ലെങ്ത്ത് 4 ഇഞ്ച് കൊടുത്തിട്ട് ഒന്ന് സ്ക്വയർ ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഏത് ഷേപ്പിലാണോ എന്ന് നോക്കാം. നമുക്ക് റൗണ്ട് ഷേപ്പാണ് ഇതുപോലെയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ക്രോസ് പീസ് വെച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ റൗണ്ടായിട്ടൊന്ന് വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്താണ് നമ്മൾ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ക്രോസ് പീസിന് വേണ്ടിയിട്ട് അതിന് മാച്ചായിട്ട് വരുന്ന രീതിയിൽ ഞാനൊരു തുണി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സ്ക്വയർ ആയിട്ടുള്ള പീസാണ് എടുത്തിരിക്കുന്നത്. ഇതിനെ നമുക്ക് ചെരിച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു സ്കെയിലിൻ്റെ വീതിയിലാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് 1.5 ഇഞ്ച് വീതിക്ക് കട്ട് ചെയ്യാനുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ പീസായിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്ക് നീളം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഓരോരോ പീസ് വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഓപ്പോസിറ്റ് വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കോർണർ ഭാഗം ഇങ്ങനെയായിരിക്കും നിൽക്കുക. അപ്പോൾ മറ്റൊരു പീസ് എടുത്തിട്ട് ഇതുപോലെ ഒരുമിച്ച് ഒരേപോലെ കോർണർ ഭാഗം വരുന്ന രീതിയിലല്ല വെച്ച് കൊടുക്കുക. 2 കോർണർ ഭാഗം അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഒറ്റ ഇതിൽ കാണിച്ചു എന്നുള്ളൂ. നമ്മൾ ചെയ്യുമ്പോൾ 2 തുണിയായിട്ടായിരിക്കും കാണാമല്ലോ. അപ്പോൾ ഞാൻ കാണാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതിനകത്ത് കാണിച്ചു എന്നുള്ളൂ. എനിക്ക് ഇതിൻ്റെ ഒരു ആവശ്യമുള്ളൂ കേട്ടോ, ഒരു പീസിൻ്റെ. നമുക്കിത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് 2ആക്കി മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നെക്കിൻ്റെ പീസ് എടുത്തിട്ട് അതിനകത്തേക്ക് ഇത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബാക്ക് സൈഡിനകത്താണ് ഞാൻ ക്രോസ് പീസ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 1/4 ഇഞ്ചിൽ നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കംഫർട്ട് അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനൊരു 1/4 ഇഞ്ച് വീതിയിലാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതനുസരിച്ച് നമുക്ക് മറച്ചിടാനുള്ള തുണി ഉണ്ടാവും അതിനകത്തേക്ക് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കിയുള്ള തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് ഫുള്ളായിട്ട് ആ റെഡ് ഭാഗം ഫ്രണ്ടിലോട്ട് വരുന്ന രീതിയിൽ മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റ് അളവിലാണ് വെട്ടിയിരുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് അതേപോലെ തന്നെ കിട്ടും. നമ്മൾ വെട്ടണത് അളവ് മാറിയിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് മാറും കേട്ടോ. അപ്പോൾ അത് ഇത്രേ ഉള്ളൂ ക്രോസ് പീസ് വെച്ച് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. ബാക്ക് സൈഡ് ഇതുപോലെ വരും കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.